ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇൻട്രാഡേ ലെവൽസിൻ്റെ പെർഫോമൻസും വരും ദിവസങ്ങളിലേക്ക് നമ്മുടെ ലെവൽസിന് എന്തൊക്കെ ചേഞ്ചസ് വരുത്താനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. സോ വളരെ ശക്തമായിട്ടുള്ള റാലി ഇന്നലെയും ഇന്നുമായിട്ട് നമുക്ക് കാണാൻ സാധിച്ചല്ലേ. ബാങ്ക് നിഫ്റ്റിയിലൊക്കെ ഒരുപാട് നാളുകളായി നമ്മളൊരു നോൺ സ്റ്റോപ്പ് റാലിയൊക്കെ കണ്ടിട്ട് ഇന്നലത്തെ ദിവസം അത് സംഭവിച്ചിരിക്കുകയാണ്. ബാങ്ക് നിഫ്റ്റിയിൽ എത്രമാത്രം വലിയൊരു മൂവ്മെൻറ്റ് നൽകാൻ സഹായിച്ചത് ICICI ബാങ്കാണ്. ICICI ബാങ്ക് ഒരുപാട് നാളുകളായിട്ട് കൺസോൾട്ടേഷൻ ആയിരുന്നു. സോ ഒരു ബ്രേക്ക് ഔട്ട് മൂവ്മെൻ്റ് ആണ് ബാങ്ക് നിഫ്റ്റിയെ ഇത്രമാത്രം വലിയൊരു മൂവ്മെൻറ്റിലേക്ക് എത്തിച്ചത്. അതായത് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യുകയും പിന്നീട് ഒരു 1000 പോയിൻറ്റ്സിൻ്റെ മൂവ്മെൻറ്റ് നടക്കുകയും ചെയ്തു. നമ്മൾ ഒരുപാട് നാളുകളായി എന്നാണ് ബാങ്ക് നിഫ്റ്റി 50K ടെസ്റ്റ് ചെയ്യാമെന്നൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്നത്തെ ദിവസം അത് ആക്ച്വലി സംഭവിക്കുമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ 49,980 എന്ന് പറയുന്ന ലെവലിൽ നിന്നും വളരെ ശക്തമായിട്ടുള്ളൊരു സെൽ ഓഫ് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ സാധിച്ചു. നിഫ്റ്റി ആകട്ടെ ഓൾ ടൈം ഹൈ ലെവൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എഗെയിൻ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുകയും അവിടെ നിന്നും ഒരു വലിയ രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്കിങ്ങും കാണാൻ സാധിച്ചു. സോ നമ്മുടെ ലെവൽസ് എങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളതാണ് ആദ്യമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നമുക്കത് നോക്കാം. നമ്മുടെ നിഫ്റ്റി ഈ ലെവലിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. നമ്മുടെ സപ്ലൈ റേഞ്ചിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. സോ അവിടെ നിന്നും ഒരു റിവേഴ്സൽ ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുമായിരുന്നു. സോ റിവേഴ്സൽ കൺഫർമേഷൻസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ഈ സപ്ലൈ റേഞ്ചും അതുപോലെ തന്നെ നിങ്ങളേതായിട്ടുള്ള സ്ട്രാറ്റജിയും കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഇവിടെ ഒരു ട്രേഡ് നിങ്ങൾക്ക് ഇനീഷ്യേറ്റ് ചെയ്യാം. സോ നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് ഇവിടെ നടത്തിയിട്ടുണ്ട്. പിന്നീട് അത് ബ്രേക്ക് ചെയ്യുക, അതായത് തലേദിവസം മാർക്കറ്റ് ക്ലോസ് ചെയ്ത റേഞ്ചിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് തിരികുകയും പിന്നീട് ഈ സപ്ലൈ റേഞ്ച് ബ്രേക്ക് ചെയ്ത് വളരെ ശക്തമായിട്ടുള്ളൊരു മൂവ്മെൻറ്റ്, ഒരു ഫൈനൽ ടാർഗറ്റ് ലെവൽ വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. സോ വളരെ ഈസി ആയിട്ട് നമ്മുടെ ലെവൽസ് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ദിവസം നോക്കുവാണെങ്കിലും ഈ ലെവലിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, ലെവൽ ബ്രേക്ക് ചെയ്തു, നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് നമുക്ക് ഫൈനൽ ടാർഗറ്റ് വരെ മാർക്കറ്റ് പോയതായിട്ടും കാണാൻ സാധിച്ചിട്ടുണ്ട്. സോ ഈ ലെവൽ നമ്മൾ വെള്ളിയാഴ്ച ഡിസ്കസ് ചെയ്ത ലെവൽസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ പറയുകയാണെങ്കിൽ ലെവൽസിൽ നിങ്ങൾക്ക് ലൈനായിട്ട് അത് ഏത് പ്രൈസ് റേഞ്ച് ആണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. സോ ചാർട്ട് ക്ലീനായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ രീതിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സോൺസ് വരയ്ക്കുന്ന സമയത്ത് പ്രൈസ് റേഞ്ചും കൊണ്ട് ഞാൻ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക, ഓൾ ടൈം ഹൈ ലെവൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് 5 മിനിറ്റ് ക്യാനിൽ യൂസ് ചെയ്യരുതെന്ന് ഞാൻ പറയാറുണ്ട്. നമ്മൾ 50 മിനിറ്റ്സിലേക്ക് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ലെവലിൻ്റെ മുകളിൽ നമ്മുടെ 50 മിനിറ്റ്സ് ക്യാനിൽ ക്ലോസ് ചെയ്തിട്ടില്ല, സോണിനകത്ത് തന്നെയാണ് റിവേഴ്സൽ സംഭവിച്ചിട്ടുള്ളത്. അതായത് നിലവിലുള്ള ഓൾ ടൈം ഹൈ ലെവലിൽ നിന്നും നമുക്ക് മാർക്ക് ചെയ്താൽ കാണാൻ സാധിക്കും. ഓക്കെ, ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ 5 മിനിറ്റിലേക്ക് ചേഞ്ച് ചെയ്തു. 5 മിനിറ്റിലേക്ക് ചേഞ്ച് ചെയ്ത സമയത്ത് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ലെവൽ ബ്രേക്ക് ചെയ്ത സമയത്ത് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അഗെയിൻ മാർക്കറ്റ് ലെവൽ ബ്രേക്ക് ചെയ്തു, പിന്നീട് ഈ ഒരു സപ്ലൈ റേഞ്ചും കൂടെ ബ്രേക്ക് ചെയ്തു. കൺസോൾട്ടേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബ്രേക്ക് ഔട്ട് മൂവ്മെൻറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. സോ നമ്മുടെ ആ ഒരു ഡബിൾ കൺഫർമേഷൻ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതിനുശേഷം നല്ല രീതിയിലൊരു ടാർഗറ്റ് നമുക്കിവിടെ അച്ചീവ് ചെയ്തതായിട്ടും കാണാൻ സാധിക്കുന്നില്ല. പിന്നീട് ലെവൽ ബ്രേക്ക് ചെയ്തു. നമ്മുടെ ആ മുകളിലോട്ടുള്ള ലെവൽ ആക്ച്വലി നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതായത് ഇത്രമാത്രം വലിയൊരു മൂവ്മെൻറ്റും ആക്ച്വലി അതായത് നിലവിലുള്ള ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യുമെന്ന് ഈ ഒരു വീക്ക് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാകും. പക്ഷേ ICICI ബാങ്കിൻ്റെ ബ്രേക്ക് ഔട്ട് വന്നപ്പോഴാണ് ഇത്രമാത്രം വലിയൊരു മൂവ്മെൻറ്റ് നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് തീർച്ചയായിട്ടും പുതിയ ലെവൽസുകൾ അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. സോ ഞാൻ അതിലേക്ക് വരാം. അതിന് മുന്നേ നമ്മൾ വീക്ക്ലി അനാലിസിസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യം നിഫ്റ്റി നോക്കാം. നിഫ്റ്റി നമ്മൾ എക്സ്പെക്ട് ചെയ്ത റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത്. അതായത് ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഫൈനലി ഇവിടെ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആകുമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. സോ അതുപോലെ തന്നെ മാർക്കറ്റ് റിവേഴ്സലായി വന്നിട്ടുണ്ട്. സോ മാർക്കറ്റ് ഈ റേഞ്ചിൽ സപ്പോർട്ട് എടുത്ത് നിൽക്കുവാണ്. ഈ റേഞ്ച് ഇനി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഫർദർ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കൂടെ നമുക്ക് കാണേണ്ടതായിട്ട് വരുന്നതാണ്. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മുടെ നിലവിലുള്ള ഓൾ ടൈം ഹൈ വളരെ ശക്തമായിട്ട് ബ്രേക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് ഈ ട്രെൻഡ് ലൈൻ. സെക്കൻഡ് ടൈം ആൻഡ് തേർഡ് ടൈം ടെസ്റ്റ് ചെയ്ത സമയത്ത് വളരെ നല്ല രീതിയിലുള്ള ബൈയിങ് ആണ് നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും വലിയൊരു സ്ട്രോങ് ബ്രേക്ക് ഔട്ട് ആ ലെവൽ ബ്രേക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചത്. സോ ഏകദേശം 50Kയുടെ അടുത്ത് വരെ പോയി എന്ന് ഞാൻ പറഞ്ഞു. ഒരു 20 പോയിൻറ്റ്സും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിന്നത് ടെസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു ആക്ച്വലി. സോ നമുക്ക് നോക്കാം. ഇനി നമ്മൾ മേജറായിട്ട് അതായത് എന്തായാലും ഇനി നമ്മൾ പിടിക്കാൻ പോകുന്നത് ഇപ്പോൾ നിലവിലുള്ള ഓൾ ടൈം ഹൈ ലെവൽ തന്നെയാണ്. ഈ ലെവൽ എന്തായാലും നമുക്ക് പിടിക്കാം. നിലവിലുള്ള ഓൾ ടൈം ഹൈ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് പിടിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ വ്യൂ എന്ന് പറയുന്നത് ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ടും അതുപോലെ ഈ ഒരു റേഞ്ച് സപ്പോർട്ടായിട്ടും ഇതൊരു ഫസ്റ്റിലെ സപ്പോർട്ടാണ്. അത് കഴിഞ്ഞ് അടുത്തൊരു സ്ട്രോങ് അതായത് മാർക്കറ്റ് ഇനി ഇവിടെ വരെ വരാനുള്ള ഈ ഒരു വീക്കിൽ ഈ ഒരു സപ്പോർട്ട് വരാനുള്ള ചാൻസേ ഉള്ളൂ എന്നുള്ളതാണ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ. ഫസ്റ്റ് പ്രയോറിറ്റി ഇതിനാണ്. സെക്കൻഡ് മാക്സിമം പോവുകയാണെങ്കിൽ ഈ റേഞ്ച് വരെ പോകത്തുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ.
ഓക്കെ. സോ മറ്റ് ചേഞ്ചസുകളൊന്നും വീക്കിലി അനാലിസിസ് ചെയ്യാനില്ല. നിഫ്റ്റി ആണെങ്കിൽ നിഫ്റ്റിയിലും വേറെ ചേഞ്ചസും വരുത്താനുള്ള ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രം നമുക്ക് പുതിയ ലെവൽസ് അപ്ഡേറ്റ് ചെയ്യാം. ഇനി FISൻ്റെ DSൻ്റെ ഡാറ്റ ഞാൻ എടുത്തു പറഞ്ഞൊരു കാര്യമായിരുന്നു. FIS പോസിറ്റീവിലേക്ക് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ കാണാൻ പോകുന്നത്, അതായത് അപ്സൈഡിലേക്കുള്ള മൂവ്മെൻ്റ് ഒക്കെ വളരെ ഈസി ആയിട്ട് പോകുന്നത് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ കൂടുതലും ഫോളോ ചെയ്യാറ് FISൻ്റെ ഡാറ്റ വെച്ചിട്ടാണ്. അപ്പോൾ FIS ബൈയിങ്ങിലേക്ക് വന്നു, 169 കോടിയുടെ ബൈയിങ്ങിൽ വന്നു. ഇന്നത്തെ ദിവസം നോക്കുവാണെങ്കിൽ 1071 കോടിയുടെ ബൈയിങ്ങിലേക്കും വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മാർക്കറ്റിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. സോ വരും ദിവസങ്ങളിലേക്കും FISൻ്റെ ഭാഗത്തുനിന്ന് പോസിറ്റീവായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി മേജറായിട്ടുള്ള നമ്മുടെ വൈഡാറ്റ നോക്കുകയാണെങ്കിൽ മേജറായിട്ടുള്ള റെസിസ്റ്റൻസ്, ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ മേജറായിട്ടുള്ള റെസിസ്റ്റൻസ് പറയുന്നത് 49,500 49,400 അതുപോലെ തന്നെ ആ റേഞ്ചിൽ സപ്പോർട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. 49,300 ഒരു നല്ലൊരു സപ്പോർട്ടായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പം നിൽക്കുന്ന ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി 49,290 ഒരു സപ്പോർട്ട് ലെവലിലാണ് ആക്ച്വലി ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. ആ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ലെവൽ വരെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് മേജറായിട്ട് നമ്മുടെ ലെവൽസിൻ്റെ അപ്ഡേഷനാണ്. അപ്പോൾ ഇനി നമുക്ക് ആക്ച്വലി താഴെയുള്ള ലെവൽസുകളൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇനി അടുത്ത ദിവസം നമുക്ക് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഡിലീറ്റ് ചെയ്യാം. ഈ ഒരു സോൺ തീർച്ചയായിട്ടും നമുക്ക് ഇതിപ്പോൾ 1 hour ചാർട്ടാണ്. ഈ ഒരു സോൺ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പർ ലെവൽ 49,980 ലോവർ ലെവൽ എന്ന് പറയുന്നത് 49,915 ഇനി അതുപോലെ നമുക്കൊരു സപ്പോർട്ട്, ആക്ച്വലി ഇതൊരു സപ്പോർട്ട് ലെവലാണ്. ഓക്കെ, ഓൾ ടൈം ഹൈ ലെവൽ ഇതൊരു സപ്പോർട്ട് ലെവലാണ്. ഈ സപ്പോർട്ട് നമുക്ക് പിടിക്കാം. അതുപോലെ നമുക്ക് ഈ ഒരു ലെവൽ ലൈനായിട്ട് മാർക്ക് ചെയ്യാം. ഇതൊരു സപ്പോർട്ടായിട്ട് നമുക്ക് എടുക്കാം. ഒരു സോണായിട്ട് മാർക്ക് ചെയ്യേണ്ട ഒരു ലെവലായിട്ട് തന്നെ എടുക്കാം. ഇതൊരു സപ്പോർട്ട് റേഞ്ചാണ്. ഇനി 15 മിനിറ്റ്സിലേക്കൊന്ന് ചേഞ്ച് ചെയ്യാം. 15 മിനിറ്റ്സിലേക്ക് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു റേഞ്ച് ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ സോൺ എന്ന് പറയുന്നത് ഏകദേശം 49,620 അതുപോലെ തന്നെ 49,572 എന്ന് പറയുന്ന റേഞ്ചാണ്. അപ്പം ഇതേ ഉള്ളൂ നമുക്ക് കാര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിഫ്റ്റി നോക്കുവാണെങ്കിൽ നിഫ്റ്റിയിൽ ഓൾ ടൈം ഹൈ ലെവൽ തന്നെ നമുക്കിവിടെ മാർക്ക് ചെയ്യാം. സോ എന്തായാലും ഓൾ ടൈം ഹൈ ലെവലുകൾ ബ്രേക്ക് ചെയ്യുമ്പം ആ ഒരു ടൈം ഫ്രെയിമിൻ്റെ ക്ലോസിങ് നോക്കേണ്ടതാണ്. അതുപോലെ ഇനി ഒരു സപ്പോർട്ട്, ആക്ച്വലി സപ്പോർട്ട് നമുക്ക് കുറച്ചും കൂടെ മുകളിലേക്ക് ചേഞ്ച് ചെയ്യാം. ഇത് നല്ലൊരു സപ്പോർട്ടായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സോൺ എന്ന് പറയുന്നത് 22,709 22,691 എന്ന് പറയുന്ന റേഞ്ചാണ്. അതുപോലെ തന്നെ ഇതൊരു സപ്പോർട്ടായിട്ട് നമുക്ക് എടുക്കാം. ഇപ്പം മാർക്കറ്റ് ക്ലോസ് ചെയ്ത റേഞ്ച് ഒരു സപ്പോർട്ട് റേഞ്ചായിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, ഇതൊരു റേഞ്ചായിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, 15 മിനിറ്റ്സിലേക്ക് ചേഞ്ച് ചെയ്ത ഡാറ്റയാണ്. ഇനി 1 hourലേക്ക് ഒന്ന് ചേഞ്ച് ചെയ്യാം. 1 hourലേക്ക് ചേഞ്ച് ചെയ്യുകയാണെങ്കിലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താനില്ല. 15 മിനിറ്റ്സ് ഓക്കെയാണ്. ഓക്കെ, മേജറായി താഴെയുള്ള സോണുകളൊക്കെ അത് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പം ഇൻട്രാഡേ ലെവലിൽ മേജറായിട്ടുള്ള ലെവൽസാണ്. നമുക്ക് നാളത്തെ ദിവസം അടുത്ത ദിവസങ്ങളിലൊക്കെ ട്രേഡ് ഇതിൽ യൂസ് ചെയ്യാവുന്നതാണ്. സോ ലെവൽസുകൾ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. മാക്സിമം ആളുകളിലേക്ക് ഫോളോ ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. ലെവൽസുകൾ നിങ്ങൾക്ക് വർക്ക് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആയിട്ടൊന്ന് രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും പുതിയ വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും ബൈ.